എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിന്റെ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല ഉൾപ്പെടുത്തിയിറക്കിയ കീം റാങ്ക് പട്ടിക ഇതോടെ റദ്ദായി. പ്രവേശന നടപടികൾ ആരംഭിച്ച ശേഷം കീം പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്തിയതിൽ ഹൈക്കോടതി വിമർശനമുന്നയിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതോടെ നിലവിലെ കീം റാങ്ക് പട്ടിക റദ്ദായി. പ്രവേശന നടപടികൾ ആരംഭിച്ച ശേഷം കീം പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്തിയത് തെറ്റാണെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. ഗെയിം ആരംഭിച്ച ശേഷം നിയമം പകുതി വെച്ച് മാറ്റാനാവില്ലെന്നാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തിയ വിമർശനം. അതിനിടെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. പ്രോസ്പെക്ടസിൽ മാറ്റങ്ങൾ വരുത്താൻ അധികാരമുണ്ടെന്നാണ് അപ്പീലിൽ സർക്കാരിന്റെ വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധി തെറ്റാണെന്നും ഭേദഗതി ഒരു വിദ്യാർത്ഥിക്കും പ്രതികൂലമല്ലെന്നും നിലവിലുണ്ടായിരുന്ന വിവേചനം ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നും അപ്പീലിൽ സർക്കാർ പറയുന്നുണ്ട്. കീം റാങ്ക് പട്ടികയിൽ CBSE സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുകയും സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ പിന്നിലാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർക്ക് ഏകീകരണ ഫോർമുല. പുതിയ ഫോർമുല നടപ്പാക്കാനായി കീം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം ചോദ്യം ചെയ്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ CBSE വിദ്യാർത്ഥികൾ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിയിലായിരുന്നു കീം റാങ്ക് പട്ടിക ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ച് റദ്ദാക്കിയത്. 14 വർഷമായി നിലവിലുള്ളതാണ് കീം പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് പരിഷ്കരിക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ട് 14 വർഷമായി. പ്രോസ്പെക്ടസിൽ നിയമവിരുദ്ധതയുണ്ടെന്ന കാര്യം പെട്ടെന്ന് സർക്കാർ സാമർഥ്യത്തോടെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കീം ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മാറ്റിയതെന്നായിരുന്നു വിധിയിൽ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. ഏത് സമയത്തും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകുമെന്ന സർക്കാരിന്റെ വാദവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ജനം, കൊച്ചി.